Hi students, welcome back our economics class. Today we are discussing about a new topic that is production possibility curve. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എക്കണോമിക് പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് എക്കണോമിക് പ്രോബ്ലംസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് എന്ത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസും ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വസ്തുക്കളുടെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിനെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖ, അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാം. ഇതിൻ്റെ മറ്റൊരു പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, അതായത് PPF എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ രണ്ട് വസ്തുക്കൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ നോക്കൂ കേട്ടോ. രണ്ട് വസ്തുക്കളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു എക്കോണമി എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ഒരു കർവ് വരയ്ക്കണമെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ, ഗ്രാഫ് എന്ന് പറയുന്നത് 2 ഡയമെൻഷൻ ആണല്ലേ, എക്സ് ആക്സിസും അതുപോലെ വൈ ആക്സിസും ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എക്കോണമിയിൽ രണ്ട് വസ്തുക്കൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് വസ്തുക്കൾ എന്ന് പറയുന്നത് കോണ് അതുപോലെ തന്നെ കോട്ടൺ, ഈ രണ്ട് വസ്തുക്കൾ മാത്രമേ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി അപ്പോൾ നമുക്ക് എക്കോണമിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സ് മുഴുവൻ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 10 യൂണിറ്റ് കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ കോണിൻ്റെ അളവ് എത്രയാണ്? 0 ആണ്. കോണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സ് മുഴുവനായിട്ടും നമ്മൾ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ കോണിൻ്റെ അളവ് അവിടെ 0 ആണ്. അതാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കണ്ടില്ലേ. എ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റീസിൽ നോക്കൂ, കോണ് 0 ആണ്, കോട്ടൺ 10 യൂണിറ്റ് ആണ് അല്ലേ. അവിടെ അതിൻ്റെ എക്സ്ട്രീമാണ്. സാധാരണഗതിയിൽ ഒരു എക്കോണമിയിൽ അങ്ങനെ വരില്ല, പക്ഷെ നമ്മളിവിടെ ജസ്റ്റ് ഇമാജിൻ ചെയ്തതാണ് കേട്ടോ. ദെൻ ബി എന്ന് പറയുന്ന പോസിബിലിറ്റീസ് നോക്കൂ. അപ്പോൾ കോണിൻ്റെ അളവ് നമ്മൾ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു, അതായത് 1 യൂണിറ്റ് കോൺ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ കോട്ടൻ്റെ അളവിൽ എന്ത് വന്നു? ചേഞ്ച് വന്നു അല്ലേ. കോട്ടൺ 9 ആയിട്ട് കുറഞ്ഞു. ദെൻ അതുപോലെ തന്നെ സി എന്ന പോസിബിലിറ്റീസ് നോക്കൂ. നമ്മൾ കോണിൻ്റെ അളവ് 2 ആണ്, 2 യൂണിറ്റ് കോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കോട്ടൺ 7 യൂണിറ്റ് ആയിട്ട് മാറി. ഇനി ഡി എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണെങ്കിലോ, കോണ് 3 യൂണിറ്റ് ആണ്, കോട്ടൺ അവിടെ 4 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. ദെൻ ഇ എന്ന് പറയുന്ന പോസിബിലിറ്റീസിൽ കോണ് 4 യൂണിറ്റ്, അതായത് നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സ് മുഴുവനും എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തു? കോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ കോട്ടൻ്റെ അളവ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് PPC വരയ്ക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ സ്റ്റാറ്റിയിലൊക്കെ ഒരുപാട് ഡയഗ്രാംസും ഗ്രാഫും ഒക്കെ വരച്ചതാണ് അല്ലേ. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. എക്സ് ആക്സിസിൽ എന്ത് ചെയ്യുക? കോൺ അടയാളപ്പെടുത്തുക. വൈ ആക്സിസിൽ കോട്ടൺ അടയാളപ്പെടുത്തുക. അപ്പോൾ നോക്കൂ, 0 to 4 വരെയാണല്ലേ കോണിൽ. ഫസ്റ്റ് പോസിബിലിറ്റി നോക്കൂ, കോണ് 0 ആയിരിക്കുമ്പോൾ കോട്ടൺ എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ വൈ ആക്സിസിൽ ആ 10 ഉള്ളിടത്താണ് നമ്മൾ പോയിൻ്റ് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ബി എന്ന് പറയുന്ന പോസിബിലിറ്റീസ് നോക്കൂ. കോണ് 1 ആയിരിക്കുമ്പോൾ ദെൻ കോട്ടൺ എത്രയാണ്? 9 ആണ്, 9 യൂണിറ്റ് ആണ്. അപ്പോൾ അവിടെ ആ 1, 9 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്ലോട്ട് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് കോണ് 2 ആണ്, കോട്ടൺ എത്രയാണ്? 7 ആണ് വരുന്നത്. ദെൻ ഡി എന്ന് പറയുന്നിടത്ത് കോണ് 3 യൂണിറ്റും അതുപോലെ തന്നെ കോട്ടൺ 4 യൂണിറ്റും ആണ്. ദെൻ ലാസ്റ്റ് 1 ഇ എന്ന് പറയുന്ന പോസിബിലിറ്റീസിൽ കോണ് 4 യൂണിറ്റും അതുപോലെ തന്നെ കോട്ടൺ 0 യൂണിറ്റും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഈ പോയിന്റുകളൊക്കെ യോജിപ്പിച്ചിട്ട് ഒരു ലൈന് വരയ്ക്കുന്നു. ആ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ ഈ കർവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ഇടത്തുനിന്ന് വലത്തോട്ട് ഉള്ള ഒരു ഡൗൺവേർഡ് സ്ലോപ്പാണ് കേട്ടോ ഈ കർവ്. ദെൻ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺകേവ് ഷേപ്പാണ്. അപ്പോൾ അത് വൺ വേർഡായിട്ട് ചോദിക്കാം. PPCയുടെ ഷേപ്പ് കോൺകേവ് ആണ്, അപ്പോൾ അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കോസ്റ്റ് ഓഫ് ഹാവിങ് എ ലിറ്റിൽ മോർ of one good in terms of the amount of the other good that has to be sacrificed, or it is the value of the next best alternative for God. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു നമ്മൾ അല്ലെങ്കിൽ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്ന മറ്റൊരു വസ്തു,
അപ്പോൾ അതാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റേ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ മറ്റേ വസ്തുവിൻ്റെ അളവിൽ വരുന്ന മാറ്റം അതിനെയാണ് നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അളവ്, അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ഷെഡ്യൂള് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നേരത്തെ കാണിച്ചു, അത് തന്നെയാണ്. ഇപ്പോൾ നോക്കൂട്ടെ, ഇവിടെ നോക്കൂ, കോട്ടൺ, അതായത് 2 പ്രോഡക്റ്റുകൾ മാത്രമാണ് നമ്മളൊരു എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൻ്റെ MOC എങ്ങനെയായിരിക്കും കാണുക എന്നുള്ളത്. MOC എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് അധികം എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റേ പ്രോഡക്റ്റിൻ്റെ അളവിൽ വരുന്ന ചേഞ്ച് ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ കേട്ടോ, ഇത് MOC കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ΔY ഡിവൈഡഡ് ബൈ ΔX ആണ്. സോ ഇവിടെ എ എന്ന് പറയുന്ന ഈ പോസിബിലിറ്റീസ് നോക്കി നോക്കൂ, നോക്കൂ 0 ആണ് അല്ലേ. അപ്പോൾ കോട്ടൺ അവിടെ നമ്മൾ മാക്സിമം യൂസ് ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തത് എന്താണ്, കോട്ടൺ ആണ്. 10 യൂണിറ്റ് ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ 0 ആണ്, അത് പ്രൊഡക്ഷൻ നടന്നിട്ടില്ല. എന്നാൽ ഒരു യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ഒരു യൂണിറ്റ് ബി എന്ന് പറയുന്ന പോസിബിലിറ്റീസ് നോക്കുക. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പം കോട്ടൻ്റെ അളവ് 9 ആയിട്ട് കുറഞ്ഞു അല്ലേ. 10 എന്നുള്ളത് 9 ആയിട്ട് കുറഞ്ഞു. അവിടെ ഒരു യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറവുണ്ടായിട്ടുണ്ട്. ഇനി വീണ്ടും നോക്കൂ, സി എന്ന് പറയുന്ന പോസിബിലിറ്റീസ് നോക്കും. കോണിൻ്റെ അളവ് 1 ൽ നിന്ന് 2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു, അതായത് ഒരു വസ്തുവിൻ്റെ പ്രൊഡക്ഷൻ കൂടി. എന്ന് പറയുന്ന വസ്തുവിൻ്റെ പ്രൊഡക്ഷൻ 1 എന്നുള്ളത് 2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ കോട്ടൻ്റെ പ്രൊഡക്ഷൻ 9 ൽ നിന്ന് 7 ആയിട്ട് കുറഞ്ഞു അല്ലേ, ആണല്ലോ. അപ്പോൾ അവിടെ എത്രയാണ് ഡിഫറൻസ് വന്നത്, എത്രയാണ് കുറഞ്ഞത്, 2 യൂണിറ്റ് ആണ് കുറഞ്ഞത്. ഇവിടെ MOC എന്നുള്ളിടത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് കോണിൻ്റെ ഒരു യൂണിറ്റ് അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ കോട്ടൺ അതിൻ്റെ പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MOC എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഡി എന്ന് പറയുന്ന പോസിബിലിറ്റീസ് നോക്കൂ. കോണിൻ്റെ അളവ് വീണ്ടും ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു, 2 എന്നുള്ളത് 3 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ കോട്ടൻ്റെ അളവ് എന്ത് ചെയ്തു, അവിടെ കുറയാണ് ചെയ്തത്. 7 എന്നുള്ളത് 4 ആയിട്ട് കുറഞ്ഞു അല്ലേ, 3 യൂണിറ്റ് കുറയുക ചെയ്തത്. ദെൻ ഇ എന്ന് പറയുന്ന പോസിബിലിറ്റീസ് നോക്കൂ. 3 എന്നുള്ളത് 4 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ കോട്ടൺ എന്ത് ചെയ്തു, വീണ്ടും കുറഞ്ഞു. 4 എന്നുള്ളത് 0 ആയിട്ട് കുറയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ MOC കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ΔY ഡിവൈഡഡ് ബൈ ΔX ആണ് കേട്ടോ. ഇതിൻ്റെ എക്സിൻ്റെയും അതുപോലെ തന്നെ വൈയുടെയും ഡിഫറൻസ് എടുത്തിട്ടാണ്. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ എക്സിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കൂ, കോണാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ എത്രയാണ്, 1 യൂണിറ്റ് തന്നെയാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഡിഫറൻസ് 1 ആണ്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ കോട്ടൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, MOC കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ MOC എന്താ ചെയ്തിട്ടുള്ളത്, ഇൻക്രീസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. 1 എന്നുള്ളത് 2 ആയി, പിന്നെ 3 ആയി, 4 ആയി. അപ്പോൾ ഇങ്ങനെ വൈയുടെ ഡിഫറൻസ് എടുത്താൽ മതി കേട്ടോ MOC കാണുന്നതിന്. അപ്പോൾ സോ ഇതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ PPCയുടെ ഷേപ്പ് നമ്മൾ പറഞ്ഞല്ലോ, എന്തായിരുന്നു ഷേപ്പ്, കോൺകേവ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഈ കോൺകേവ് ഷേപ്പിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ MOC ഇൻക്രീസ് ചെയ്യുന്നതാണ് കേട്ടോ. MOC ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് PPCയുടെ ഷേപ്പ് കോൺകേവ് ആവുന്നതിനുള്ള കാരണം. ചിലപ്പോൾ 1 വേഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് അല്ലേ. അത് ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിലെങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കൂ, ഈ ഒരു PPCയിൽ കണ്ടോ, PPCയുടെ ABCDE എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. സോ അതുപോലെ തന്നെ PPCക്ക് അകത്ത് F എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, PPCക്ക് പുറത്ത് G എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതെന്താണ്, ഇപ്പോൾ ഈ PPC എന്ന് വെച്ചാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സ് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് അല്ലേ. സോ അതാണ് ആ ഒരു ലൈനിലുള്ളത് കേട്ടോ, ആ പോയിന്റുകൾ. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് മുഴുവനായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, PPCക്ക് അകത്ത് വരുന്ന ആ പോയിന്റ് കണ്ടില്ലേ, F എന്ന് പറയുന്നത്, അതെന്ന് വെച്ചാൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് കേട്ടോ. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് വെച്ചാൽ വിഭവങ്ങളുടെ ഭാഗികമായിട്ടുള്ള ഉപയോഗം, നമുക്കുള്ള റിസോഴ്സസ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല. ദെൻ ഇനി PPCക്ക് പുറത്ത് കിടക്കുന്ന G എന്ന് പറയുന്ന പോയിന്റിൽ അത് കാണിക്കുന്നത്, അതായത് റൈറ്റ് സൈഡിലുള്ള പോയിന്റ്,
അത് കാണിക്കുന്നത് എന്താണ്? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, അതായത് വിഭവങ്ങളുടെ വളർച്ചയാണ്. ഇത് ചിലപ്പോൾ ഇതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ട്, അതായത് PPC കർവ് തന്നിട്ട് ഈ പോയിന്റ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ലൈനിലുള്ളത് PPCയിലുള്ളത് എന്താണ്? ABC എന്ന് പറയുന്ന ഈ പോയിന്റുകളുണ്ടല്ലോ, ഇതെന്ന് വെച്ചാൽ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ദെൻ PPCക്ക് അകത്തുള്ള പോയിന്റ് സൂചിപ്പിക്കുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതുപോലെ തന്നെ PPC ലൈൻ്റെ മുകളിലുള്ള G എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് സൂചിപ്പിക്കുന്നത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. മെയിനായിട്ടും 3 രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് വേൾഡിലുള്ളത്. ഏതൊക്കെയാ? ക്യാപിറ്റലിസം, സോഷ്യലിസം, അതുപോലെ തന്നെ മിക്സഡ് എക്കോണമി അല്ലേ. ഇവിടെ നമ്മൾ എക്കണോമിക്സിൽ പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റലിസം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ടേമാണ് മാർക്കറ്റ് എക്കോണമി കേട്ടോ. അപ്പോൾ ക്യാപിറ്റലിസം എന്നുള്ളതിന് നമ്മൾ പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റലിസം, സോഷ്യലിസം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ എക്കണോമിക്സിൽ വരുമ്പം ഈ ക്യാപിറ്റലിസം എന്നുള്ളത് നമ്മൾ മാർക്കറ്റ് എക്കോണമി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സോഷ്യലിസം എന്നുള്ളത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ കോമൺ ആയിട്ട് മിക്സഡ് എക്കോണമി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മാർക്കറ്റ് എക്കോണമി എന്ന് വെച്ചാൽ ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ത്രൂ ദ മാർക്കറ്റ്. എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഓണർഷിപ്പ്, അതുപോലെ പ്രോഫിറ്റ് മോട്ടീവ്, പ്രൈസ് മെക്കാനിസം, ഇതൊക്കെയാണ്. എന്ന് വെച്ചാൽ മാക്സിമം ലാഭം നേടുക എന്നുള്ളതായിരിക്കും മാർക്കറ്റ് എക്കോണമിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. പിന്നെ അതുപോലെ തന്നെ പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ വില സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു വസ്തുവിൻ്റെ ഡിമാൻഡും സപ്ലൈയും ചേർന്നിട്ട് അതിൻ്റെ അതായത് വാങ്ങുന്ന ആളുകളും വിൽക്കുന്ന ആളുകളും ചേർന്ന് തീരുമാനിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ വില സംവിധാനം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പേരെന്താ? സോഷ്യലിസം ആണ് കേട്ടോ. സോ ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഓർ ദ സെൻട്രൽ അതോറിറ്റി പ്ലാൻസ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ദ എക്കോണമി. അതായത് ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ ആരുടെ കൺട്രോളിലായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ പബ്ലിക് ഓണർഷിപ്പ്, അതുപോലെ തന്നെ വെൽഫെയർ മോട്ടീവ്, പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടിൻ്റെയും എന്ന് വെച്ചാൽ മാർക്കറ്റ് എക്കോണമിയുടെയും അതുപോലെ തന്നെ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെയും രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇവിടെ ഡിസിഷൻസ് എടുക്കുന്ന ഗവൺമെൻറ്റും അതുപോലെ തന്നെ മാർക്കറ്റും കൂടെയാണ്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം പ്രൈവറ്റ് ആൻഡ് പബ്ലിക് രണ്ടും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവും വെൽഫെയറും ഉണ്ടായിരിക്കും. സോ പ്രൈസ് മെക്കാനിസം അതുപോലെ തന്നെ പ്ലാനിങ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം എങ്ങനെയാണ് ഇതിൽ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് എക്കോണമിയിലാണെങ്കിൽ പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്, അതായത് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിലാണെങ്കിൽ പ്ലാനിങ്ങിലൂടെയാണ് ഈ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ്, അതായത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് പ്ലാനിങ്ങിലൂടെയാണ്. പിന്നെ മിക്സഡ് എക്കോണമി ആണെങ്കിൽ പ്രൈസ് മെക്കാനിസം ആൻഡ് പ്ലാനിങ്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് പോസിറ്റീവ് എക്കണോമിക്സ്, അതുപോലെ തന്നെ നോർമാറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എക്കോണമിയിൽ, അതായത് വാട്ട് ഈസ്, എന്താണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ എക്കോണമി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ആ ഒരു കാര്യം അതെന്താണെന്ന് മാത്രമേ അവിടെ അനലൈസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ കൂടുതലാണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ, അങ്ങനെ ഇപ്പോഴത്തെ കാര്യം അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് അവിടെ പറയുന്നത്. എന്നാൽ നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് വാട്ട് ഓട്ട് ടു ബി. അത് നമ്മുടെ ഒരു എക്കോണമി എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, അത് ഫങ്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം എന്ന് വിശകലനം ചെയ്യുന്ന ഒരു രീതിയാണ് നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് വാട്ട് ഈസ്, ദെൻ നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ വാട്ട് ഔട്ട് ടു ബി, അത് എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ മെറിറ്റ്സ്, അത് അങ്ങനെ ആയാൽ അതിൻ്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു രീതിയാണ് നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക്സിൻ്റെ 2 ബ്രാഞ്ചസ് അല്ലേ, മൈക്രോ എക്കണോമിക്സ് അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഇവിടെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പം ദ വേർഡ് മൈക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് മൈക്രോസ് മീൻസ് സ്മോൾ. അതായത് ആ ഒരു വേർഡ് മൈക്രോ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം. മൈക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി, ദ തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ്, തിയറി ഓഫ് വെൽഫെയർ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എക്കോണമിയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. അതായത് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റു പേരുകളാണ് പ്രൈസ് തിയറി. ഇപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ മറ്റു പേരുകളാണ് പ്രൈസ് തിയറി, അതുപോലെ തന്നെ തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ്, തിയറി ഓഫ് വെൽഫെയർ എന്നൊക്കെ അറിയപ്പെടുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. സോ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ചിട്ടാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഈ ഒരു വാക്ക് വരുന്നത് മാക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അപ്പോൾ മാക്രോ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ലാർജ് എന്നാണ് കേട്ടോ, വലുത് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിൻ്റെ മറ്റ് പേരുകളെന്ന് വെച്ചാൽ അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നുണ്ട്, ഇൻകം തിയറി എന്നറിയപ്പെടുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ് തിയറി എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ മാക്രോ എക്കണോമിക്സിൻ്റെ മറ്റ് പേരുകളാണ്. അതറിയപ്പെടുന്നതാണ് അഗ്രിഗേറ്റ് എക്കണോമിക്സ്, ഇൻകം തിയറി, എംപ്ലോയ്മെൻറ്റ് തിയറി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മാക്രോ എക്കണോമിക്സ് ആണ്. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റഡീസ് ദ എക്കണോമി ആസ് എ ഹോൾ. അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ എക്കോണമിയെ ടോട്ടലായിട്ടാണ് പഠിക്കുന്നത്, മൊത്തത്തിലാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് അത് അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ നാഷണൽ ഇൻകം, ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ് വരുന്നത്? മാക്രോ എക്കണോമിക്സിന് കേട്ടോ. സോ അപ്പോൾ നോക്കൂ, കുറച്ച് കൺസെപ്റ്റുകൾ ഇപ്പോൾ മൈക്രോയിൽ വരുന്നതും അതുപോലെ തന്നെ മാക്രോയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കുറച്ച് വേരിയബിൾസ് തന്നിട്ട് അത് മൈക്രോയിൽ ഏതാണ് മാക്രോയിൽ വരുന്നത് ഏതാണെന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ മൈക്രോയിൽ വരുന്ന നോക്കൂ, പ്രൈസ് തിയറി, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് പെൻസിൽ, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, വേജ് റേറ്റ്, റെൻറ്റ് ഫോർ എ ഹൗസ്, അങ്ങനെ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതാണ് മൈക്രോയിൽ വരുന്നത്. ഇനി മാക്രോയിലാണെങ്കിലോ ടോട്ടലാണ്, മൊത്തത്തിൽ. ഇപ്പോൾ കണ്ടോ, ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് GDP, നാഷണൽ ഇൻകം, അല്ലെങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ അല്ലേ, പൊതുവില നിലവാരം എന്നാണ് പറയുന്നത്, ഫിസ്ക്കൽ പോളിസി ഓഫ് ഗവൺമെൻറ്, മോണിറ്ററി പോളിസി ഓഫ് RBI, അങ്ങനെ മൊത്തത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പഠിക്കുന്നത്, മാക്രോയിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ വേരിയബിൾസൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതുപോലെ തന്നെ MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അത് വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലത്തിന് അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് അതിൻ്റെ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റം, ദെൻ പോസിറ്റീവ് എക്കണോമിക്സ്, നോർമാറ്റീവ് എക്കണോമിക്സ് എന്താണ്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.